പാഠം 712. ഒരു കൈവിട്ട ശുപാർശ. ഹലോ, അതെ. ആ സത്യപാല, ഇതെന്താ രാവിലെ? അയ്യോ, അക്കാര്യം ഞാൻ മറന്നു. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ മോഹനോട് സംസാരിച്ചിട്ട് സത്യപാലിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഇങ്ങോട്ട് പോന്നു? അതെന്ത് പണിയാ കാണിച്ചത്? ഞാൻ മോഹനോട് സംസാരിച്ചിട്ടേ കൃഷ്ണകുമാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാവൂന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു. ആള് മോഹനോടായോണ്ട് ഇനി എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും കൃഷ്ണകുമാർ വരുന്നതിന് മുന്നേ ഞാൻ മോഹനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ ശരി. മോഹനേട്ടനോട് കിടാൻ വരല്ലേ? മോഹനേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇതെന്ത് പറ്റി? ഞാൻ എല്ലാ ദിവസവും തയ്യാറാകുന്ന സമയത്ത് തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. നിനക്ക് സമയനിഷ്ഠയില്ലാത്തത് കൊണ്ട് അങ്ങനെ പലതും തോന്നും. മോഹനേട്ടനെ കൃത്യനിഷ്ഠ എന്തായാലും സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. വേറെ ആരായാലും ഇടയ്ക്കൊക്കെ ഒന്നും മാറില്ലേ? മോഹനേട്ടന് അങ്ങനെ ഒന്നുമില്ല. ഇതെന്തായാലും ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. സമയം പാലിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതെ ഓരോരോ ഒഴിവുകൾ പറയും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. കൃത്യനിഷ്ഠ പാലിച്ചാൽ നമ്മുടെ കാര്യം കൃത്യമായി നടക്കും. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും. അതെന്തായാലും ശരിയാ. സത്യപാലൻ ഇന്നലെ മോഹനേട്ടനെ കൃത്യനിഷ്ഠയെ പറ്റി എന്നോട് പറഞ്ഞു. മോഹനേട്ടനൊരു പ്രതിഭാസം തന്നെയാണെന്നാ സത്യപാലൻ പറയണേ. ആ മോനേട്ടാ, സത്യപാലന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. സത്യപാലന്റെ അനിയൻ കൃഷ്ണകുമാറിനെ മോഹനേട്ടൻ അറിഞ്ഞൂടെ? ഇല്ല. അയ്യോ, നല്ല പയ്യനാ. MSc ഫിസിക്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. നല്ല സ്വഭാവം, മാന്യമായി സംസാരിക്കാനും പെരുമാറാനും അറിയാം. ആർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആരെയും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത് നല്ലതല്ല. ഈ ഭൂമിയിലുള്ള എത്ര ചീത്ത മനുഷ്യരാണെങ്കിലും ഒരു ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അവരാരും അത് കളയില്ല. പക്ഷെ മോഹനേട്ടനോ എത്ര ദുഷ്ടാന്ന് നോക്കി. ഭാമേ, മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ ചെയ്യില്ല എന്നുള്ളത് എന്റെ തീരുമാനമാണ്. ഇന്ന് കൃഷ്ണകുമാറിന് വേണ്ടി ഞാനത് മാറ്റിയാൽ നാളെ എത്ര പേർക്ക് ഞാൻ സഹായം ചെയ്യാനായിട്ട് വരും? അർഹതയുണ്ടെങ്കിൽ കൃഷ്ണകുമാറിന് ജോലി കിട്ടും, അത്ര തന്നെ. മോഹനേട്ടാ, എന്നെ ഓർത്ത് ഈ ഒരു പ്രാവശ്യത്തേക്ക് പ്ലീസ്. ഇല്ലെങ്കിൽ സത്യപാലന്റെ മുന്നിൽ ഞാൻ മാനം കെടും. നീ എന്തൊക്കെ പറഞ്ഞാലും ശുപാർശ ചെയ്യാൻ എന്നെ കിട്ടില്ല. ഈ കാര്യം പറഞ്ഞ് വെറുതെ വഴക്കിന് വരേണ്ട ഭാവേ. നടക്കില്ല എന്ന് കെ മോഹനേഷ് സാറ് പറഞ്ഞാൽ നടക്കില്ല. സാറേ ഉത്തമനാണ്. ഇനി ഉത്തമന്റെ മുന്നിൽ വെച്ച് ഈ കാര്യം പറഞ്ഞ് എന്നെ കരിവാരത്തേക്ക് നോക്കിയ എന്റെ സ്വഭാവം മാറും. മനസ്സിലായല്ലോ? നീ പോയി ആ ഫോൺ എടുക്ക്. നമസ്കാരം സാർ. പ്രഭാര സാറിന്റെ സ്ഥലം അളക്കാൻ ഈ ആഴ്ച ചെല്ലാന്ന് സാറ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് സാറിന് സമയം ഉണ്ടാവോ എന്ന് ചോദിക്കാൻ പറഞ്ഞു പ്രഭാര സാറ്. ഇന്ന് എന്തായാലും സമയമല്ല. അയ്യോ, നാളെ രാവിലെ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. നാളെ വൈകുന്നേരം പറ്റിയാ നോക്കാം. അപ്പൊ നാളെ ചെല്ലാന്ന് പറയട്ടോ സാറേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉത്തമൻ 1 മിനിറ്റ് നിൽക്കും. മോഹനേട്ടൻ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ആരാണ്? താലൂക്ക് ഓഫീസിലെ സഹദേവൻ സാർ. ഹലോ. മോനേഷ്ണ, ഇത് ഞാനാണ്. ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരായോ? ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ സഹദേവ? ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ അളിയൻ പ്രകാശനെ മോനേഷ്ണ അറിയാലോ? അറിയാം. അവൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ? പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ശ്രമത്തിലാ. നമ്മുടെ പുലിക്കാട്ടിൽ ഫൈനാൻസിൽ ഒരു ജോലി ഒഴിവുണ്ടേ. നല്ല പോസ്റ്റാ. തുടക്കത്തിലെ ഒരു 10-12,000 ശമ്പളം കിട്ടും. അറിയില്ലല്ലേ? ഹലോ പ്രകാശൻ, നീ എവിടെയാ? ഞാൻ പ്രകാശനല്ല. ശബ്ദം മാറ്റി സംസാരിച്ച് ആളെ പറ്റിക്കാൻ നോക്കുന്നോ? നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഞാന് കാശും വാങ്ങി മുങ്ങിയിട്ട് മാസം 1 ആയി. വിളിച്ച ഫോൺ കൊടുക്കില്ല. പ്രകാശ, ഇന്ന് വൈകുന്നേരത്തിനകം പൈസ എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. എന്നോടാ നിന്റെ കളി? എന്താ സാർ?
ഒന്നുമില്ല. ശിശു വരെ പോയിക്കോളൂ. ശിശു പ്രകാശ, ഞാനാടാ. ഇന്നലെ നീ വരൂന്ന് കരുതി വൈകിട്ട് വരെ ഞാൻ കാത്തിരുന്നു. ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. നീ എന്താ വരാത്തെ? അതെ, ഇന്നും ചേട്ടൻ വരാൻ വൈകും. നീ വരൂ. ഒന്നും പറയണ്ട, നീ വരണം. നിന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ഉമ്മ.